ഇന്ന് നമ്മളൊരു വെറൈറ്റി ഡ്രിങ്ക് ആണ് ചെയ്യുന്നത്. ഇതെന്ന് പറയുമ്പോൾ നല്ല ചൂടോട് കൂടെ ഒരു പായസം പോലെയൊക്കെ സെർവ് ചെയ്യാം. അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ഡെസേർട്ട് ആയിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മിക്സ് വെച്ചിട്ട് നല്ലൊരു മിൽക്ക് ഷേക്ക് പോലെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ്. കസ്റ്റാർഡ് പൊടി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മുൻപ് നമ്മൾ ഹംബ്ര ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഏകദേശം അതേയൊക്കെ ഒരു രീതിയിൽ തന്നെ. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു കസ്റ്റാർഡ് ഡ്രിങ്ക് അല്ലെങ്കിൽ ഈ ഒരു കസ്റ്റാർഡ് പായസം റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഫ്രഷ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഗ്യാസ് കത്തിച്ചിട്ടൊന്നുമില്ല. ഇനി ഇതിലേക്കൊരു 4 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ആണ് എടുത്തിട്ടുള്ളത്. 4 ടീസ്പൂൺ ആണ് കേട്ടോ, ചെറിയ സ്പൂണിൽ. ടേബിൾ സ്പൂൺ ആവരുത്. ടേബിൾ സ്പൂണിൽ എടുത്ത് കഴിയുന്ന സമയത്ത് 4 ടേബിൾ സ്പൂണൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഉണ്ടാവും. അപ്പം ഈ ഒരു 1/2 ലിറ്റർ പാലിലേക്ക് അത് കുറുക്കി എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് കുറുകി കട്ടയാവുന്ന രീതിയിലേക്ക് നമുക്കിതൊരു കുടിക്കാനുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. പായസത്തിൻ്റെ ഒക്കെ ഒരു കട്ടിയിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം ഈ ഒരു പാലിൽ നിന്ന് ഒരു 3-4 ടേബിൾ സ്പൂൺ പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരണം ഈ ഒരു പൊടി ഡയറക്റ്റ് പാലിലേക്ക് അങ്ങ് മൊത്തത്തിൽ ഇട്ട് കഴിഞ്ഞാൽ കട്ട പിടിച്ചിരിക്കും അവിടെ ഇവിടെയൊക്കെ. അപ്പോൾ അത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് കുറച്ച് എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ആദ്യത്തെ പാലിൻ്റെ കൂട്ടിലേക്ക് മൊത്തത്തിലങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് അല്ലെങ്കിൽ 1 കപ്പ് വേണമെങ്കിൽ അത്ര ചേർത്ത് കൊടുക്കാം കേട്ടോ. പാല് കുറവാണെങ്കിൽ കുറച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയാലും മതി. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടുതൽ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കസ്റ്റാർഡ് പൊടിൻ്റെ അളവ് കുറച്ച് കൂടുതൽ എടുക്കണേ. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടൊരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഓരോരുത്തരുടെയും മധുരം നോക്കിയിട്ട് ചേർത്താൽ മതി. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്ക് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. കസ്റ്റാർഡ് പൗഡറും പഞ്ചസാരയും എല്ലാം പാലും എല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യുന്നത്. ഗ്യാസ് ഓണാക്കിയ ശേഷം ചെറിയ തീയിലിട്ടിട്ട് വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതാക്കുകയാണെങ്കിൽ പെട്ടെന്ന് കുറുകി പോകും. പക്ഷേ കസ്റ്റാർഡ് പൊടി കറക്റ്റ് വെന്ത് വന്നിട്ടുള്ള ആ ഒരു രുചി കിട്ടില്ല. കസ്റ്റാർഡ് പൊടി ശരിക്കും വെന്തിട്ടില്ല, അത് നന്നായിട്ട് കുക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല രുചിയായിരിക്കില്ല, അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് മുൻപിൽ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ തീയിലിട്ടിട്ട് കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് റെഡി ആക്കി കിട്ടും. നമ്മൾ എടുക്കുന്ന പാൽ എത്രത്തോളം ഉണ്ട് അതനുസരിച്ചിട്ടായിരിക്കും സമയം ഉണ്ടാവുക. ഇതിലിപ്പോൾ ആ ഒരു കസ്റ്റാർഡ് പൊടിൻ്റെ മിക്സ് ഉള്ളത് കൊണ്ട് തന്നെ കൈ എടുക്കാതെ ഒന്ന് ഇളക്കി എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിച്ചുകൊണ്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിനൊക്കെ വേണ്ടി എടുക്കുന്ന പാത്രം കുറച്ചൊരു കട്ടിയുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ സ്റ്റീൽ പാത്രമൊക്കെ ആണെങ്കിലും അടിക്ക് പിടിക്കാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ഒന്ന് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതായത് അടിയിൽ പിടിച്ചു പോയാലും ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കില്ല, പെട്ടെന്ന് ടേസ്റ്റ് അങ്ങ് മാറിപ്പോകും. പാല് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ പിസ്ത ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ ചെറുതാക്കിയിട്ട് ഇടാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് പൊടിച്ചിട്ടോ എങ്ങനെയാണെന്ന് ഇട്ട് കൊടുക്കട്ടെ. എല്ലാവർക്കും ഇതുപോലെ വലുത് കടിക്കുന്ന ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല. പിന്നെ ഒരു 2 ബദാം ചെറുതായി മുറിച്ചത്, ഒരുപാട് വേണ്ട, ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് മാത്രം. ബദാം എടുക്കുന്ന സമയത്ത് തൊലി ഒന്ന് കളയുകയാണെങ്കിൽ നന്നായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ തൊലി കളഞ്ഞിട്ടില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ അത് വെന്ത് വരുന്ന സമയത്ത് തൊലി അങ്ങ് വിട്ടു നിൽക്കും. അപ്പോൾ അതൊരു ഡിസ്റ്റർബ് ആയിരിക്കും കുടിക്കുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ തൊലി അങ്ങ് മാറ്റിയിട്ട് ചെറുതായി മുറിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി ഒരു കാര്യം പ്രത്യേകം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബദാമും പിസ്തയും ഇതുപോലെ ഇടുക എന്നുള്ളത് അത്ര നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ. ഉണ്ടെങ്കിൽ ടേസ്റ്റാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ നാട്ടിലൊക്കെ ആവുന്ന സമയത്ത് ഇപ്പോൾ എല്ലാവരുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കി വേവിച്ചെടുക്കണം. അത്യാവശ്യം ഒന്ന് കസ്റ്റാർഡ് പൊടിയൊക്കെ വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് പിസ്ത മിക്സ് ഞാൻ ഇത്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിസ്ത എസൻസ് എന്ന് നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നുണ്ടല്ലോ, അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണിത്. ഇത് വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ ഞാൻ അതിന് മുൻപ് ഒരു 2 റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, പുഡിങ് അതുപോലെ തന്നെ പിസ്ത ഡ്രിങ്കൊക്കെ. അപ്പോൾ കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പിസ്തയുടെ എസൻസ് വെച്ചിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കസ്റ്റാർഡ് കൂട്ടിലേക്ക് ഒരു 2-3 തുള്ളി ഇത് ഒറ്റിച്ചു കൊടുക്കുക. ഒരുപാട് വേണ്ട, കാരണം പിസ്തയുടെ എസൻസ് കൂടിക്കഴിഞ്ഞാൽ ഒരു നല്ല രുചിയേ ആയിരിക്കില്ല കേട്ടോ. കാരണം ഭയങ്കര ഒരു വേറെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു പാകത്തിന് ചെറിയൊരു കളർ ചേഞ്ച് കിട്ടാനും പിന്നെ ആ ഒരു ടേസ്റ്റ് കിട്ടാനും അത്രയ്ക്ക് മതി. പിന്നെ ഞാൻ ഇതിലേക്കൊരു 1 അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ പിസ്ത ക്രഷ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ മുൻപത്തെ ഡ്രിങ്കിലും അതുപോലെ തന്നെ പിസ്ത പുഡിങ്ങിലൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ ആ സമയത്ത് വാങ്ങിയത് നിങ്ങളെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അത് ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ, കാരണം അത് ജസ്റ്റ് ഒന്ന് ഇച്ചിരി കടിക്കാൻ അത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ പിസ്ത ഓൾറെഡി ഇട്ടിട്ടുണ്ട്, ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ഉപയോഗം കൂടി അതിനുണ്ട്, അത്രയേ ഉള്ളൂ. ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. അത് വളരെ കുറച്ച് മതി താനും. ഇപ്പം എല്ലാം കൂടെ ചേർത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു കസ്റ്റാർഡിൻ്റെ കൂട്ട് അത്യാവശ്യം ഒന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് തീ കുറച്ച് വെച്ചിട്ട് അത്യാവശ്യം നന്നായിട്ട് അങ്ങ് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു കൂട്ട് നന്നായിട്ട് നമ്മൾ തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് തിളച്ചിരുന്നാൽ മാത്രമാണ് ആ ഒരു കസ്റ്റാർഡ് പൊടീൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഉള്ള അതങ്ങ് മാറി കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ആ നല്ലൊരു വെന്തിട്ടുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് തിളപ്പിച്ചെടുക്കുക.
ഇപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ മതി കേട്ടത്. ഇത്രയ്ക്ക് കട്ടിയാണ് നമുക്ക് വേണ്ടത്. ഇതിന് തണുക്കുമ്പോൾ ഒന്നുകൂടെ അങ്ങ് കുറുകും. അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിട്ട് മാത്രം കുറുക്കി എടുത്താൽ മതി. ഇതിപ്പോൾ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് കുറുക്കി കഴിഞ്ഞാൽ കുടിക്കാൻ സമയമാകുമ്പോഴേക്കും ഭയങ്കരമായിട്ട് അങ്ങ് കുറുകി പോകും. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഒരു 1 മിനിറ്റ് ഒന്നങ്ങ് ഇളക്കി കൊടുക്കണം. കാരണം പാനിന് ചൂടുള്ളതുകൊണ്ടും കസ്റ്റാർഡ് പൊടി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ടാവും. ഒരു നല്ല രുചി അങ്ങ് നഷ്ടപ്പെട്ടു. അപ്പോൾ ഒന്നുകൂടെ അങ്ങ് ഇളക്കി മിക്സ് ചെയ്തിട്ട് കഴിയുകയാണെങ്കിൽ ഒരു 4-5 മിനിറ്റ് ഒന്നങ്ങ് അടച്ച് വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടും. ഇതിപ്പോൾ ഈ ഉള്ള ഒരു കട്ടീനൊക്കെ കുറച്ചുകൂടെ ഒന്ന് കുറുകൂട്ടും. ഒരു ഇത്തിരി കൂടെ തിക്നെസ് ആവും. ഒന്നങ്ങ് ചൂടാറുന്ന സമയത്ത് ആ ഒരു ഇളം ചൂടിലാണ് നമ്മളിത് കുടിക്കുന്നത്. അപ്പോൾ ഒരു കഴിയുന്നുണ്ടെങ്കിൽ 3-4 മിനിറ്റ് അങ്ങ് അടച്ച് വെച്ചിട്ട് ചെറിയ ചൂടിൽ സെർവ് ചെയ്യാനായിട്ട് എടുക്കാം. ഇതിപ്പോൾ നമ്മൾ കുറച്ച് മുൻപ് ഒരു ഹബ്ബ ഹംബ്ര എന്ന് പറഞ്ഞ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഏകദേശം അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണ്. കാരണം കസ്റ്റാർഡ് വെച്ചിട്ട് അതേ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ആശാളിയൊക്കെ ചേർത്തിട്ടായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതെന്ന് പറയുമ്പോൾ ഒരു പിസ്ത കുറച്ച് കൂടുതൽ കടിക്കാനും അതുപോലെ തന്നെ പിസ്തയുടെ എസൻസ് ഒക്കെ വെച്ചിട്ട് കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ്. ഇത് ഞാൻ ശരിക്കും കഴിച്ചിട്ടുള്ളത് ഇവിടെ അറബീസിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അവരുടെ ഇടയിൽ ഉള്ള ഒരു പോപ്പുലർ ആയിട്ടുള്ള ഡ്രിങ്ക് തന്നെയാണിത്. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ്. നല്ലൊരു പ്രത്യേക ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ പിസ്തയുടെ ഒരുപാട് റെസിപ്പികൾ ഇട്ട സമയത്ത് ആ ഒരു എസൻസ് മിക്സ് വെച്ചിട്ട് ഇനി വേറെ എന്തെങ്കിലും റെസിപ്പി ഉണ്ടോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ടൊന്ന് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. ഇത് ഈ ഒരു ചെറിയ ചൂടിൽ കുടിക്കുന്ന സമയത്ത് ഒരു പായസം, കസ്റ്റാർഡ് പായസമൊക്കെ കുടിക്കുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു പായസം ഉണ്ടല്ലോ, ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് നിങ്ങൾ തണുപ്പിച്ചെടുക്കുക. അതിനുശേഷം ഞാനിപ്പോൾ ഇത് മിക്സിയിൽ ഇട്ടിട്ട് കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് ഒരു ജ്യൂസ് പോലെ അടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. അതായത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു പിസ്തയുടെ ഡ്രിങ്ക് ഉണ്ടല്ലോ, അത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക. തണുക്കുമ്പോൾ കസ്റ്റാർഡ് ആകുമ്പോൾ ഒരു ഇത്തിരി കൂടെ കുറുകും. അപ്പോൾ ആ ഒരു കുറുകിയിട്ടുള്ളത് ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാലോ ഒരിത്തിരി വെള്ളമോ വേണമെങ്കിൽ ഇത്തിരി പഞ്ചസാര കൂടെ ചേർത്തിട്ട് മിക്സിയിൽ ഒന്ന് കറക്കി എടുക്കുകയാണെങ്കിൽ നല്ലൊരു ജ്യൂസ് പോലെ കിട്ടും. അതാണിത്. അപ്പോൾ അതുകൂടെ കാണിച്ചു എന്നേ ഉള്ളൂ. ശരിക്കും പറയുമ്പോൾ ഇത് തണുപ്പിച്ച് കുടിക്കാനും സൂപ്പർ ടേസ്റ്റ് തന്നെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 2 രീതിയിലും ചെയ്തു നോക്കാവുന്നതാണ്. അപ്പോൾ ഈ രുചിയിൽ ഇങ്ങനെ ഒരു ഡ്രിങ്ക് നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. താങ്ക്